അപ്പോൾ മച്ചന്മാരെ നമ്മളെ ഫാമിൻ്റെ വേറൊരു സെറ്റപ്പ് കാട്ടുകയാണ് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ നമ്മൾ അധികം അക്വേറിയംസാണ് സെറ്റാക്കിയിട്ടുള്ളത്. ബ്രീഡിങ്ങും അതേമാതിരി നമ്മൾ മാക്സിമം അക്വേറിയത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് നമ്മളെ സെറ്റപ്പ് വരുന്നത്. ഇത് നമ്മളെ പ്ലാറ്റിനടമ്പോൾ ഹാഫ് മൂൺ ലൈനേജ് കേട്ടോ. നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ അയക്കാണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ജപ്പാനീസ് ബ്ലൂ ടെയിലിൻ്റെ ആൽബിനോ വെറൈറ്റിയാണ്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത സ്ട്രെയിനാണ് ജപ്പാൻ ബ്ലൂ ടെയിൽ ആൽബിനോ. പിന്നെ ഇത് നമ്മളെ മോസ്കോ ബ്ലൂ. ഇതിൽ മോസ്കോ ബ്ലൂവും വരും, മോസ്കോ ഗ്രീനും ഇറങ്ങും. പിന്നെ ഇതൊക്കെ കുറേ കുഞ്ഞുങ്ങളാണ്. കുറേ അക്വേറിയത്തിൽ കുറേ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അക്വേറിയത്തിൻ്റെ മേലൊക്കെ പിടിച്ചെടുക്കുന്ന പറഞ്ഞപ്പോൾ 2-3 ദിവസമായിട്ട് മഴയാണല്ലോ. അപ്പം അതിൻ്റെയൊക്കെ ഫോഗും കാര്യങ്ങളൊക്കെ മിസ്റ്റ് മാതിരി ഇങ്ങനെ കിടക്കുകയാണ് അക്വേറിയത്തിൽ. ഇത് നമ്മളെ HB ബ്ലൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല കുഞ്ഞുങ്ങളും കിട്ടുന്നൊരു വെറൈറ്റിയാണ്. നല്ല ക്വാളിറ്റിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് നമ്മളെ മിൽക്കി വൈറ്റിൻ്റെ ജുവനൈൽസ്. ഇവന്മാർക്ക് അത്യാവശ്യം ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യുന്ന മെത്തേഡാണ്. രാവിലെയും കൊടുക്കാറുണ്ട്, അതേമാതിരി ഈവനിങ്ങിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളെ സെറ്റപ്പ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ. വരും വഴി നമ്മൾ സെയിലിനുള്ള എല്ലാ വെറൈറ്റീൻ്റെ വീഡിയോസും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതാണ് നമ്മളെ ബ്രീഡിങ്ങിൻ്റെ ചെറിയൊരു സെറ്റപ്പ്. അതേമാതിരി കേജിലിട്ടിട്ടാണ്, അക്വേറിയത്തിൽ കേജിലിട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് വലിയൊരു കുഴപ്പമോ കാര്യങ്ങളോ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു സെറ്റപ്പ് വെച്ചിട്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൂടി ഔട്ട്ഡോറാണ് ബെറ്റർ. ഔട്ട്ഡോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഇതും കുഴപ്പമില്ല, അത്യാവശ്യം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ഇന്നത്തെ പാർസൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ആൽബിനോ കോഴിയാണ്. ഇവന്മാരൊക്കെ നമുക്കിന്ന് കയറ്റി വിടാനുള്ളതാണ്. കുറേയൊക്കെ നമ്മളത് സ്റ്റോക്ക് ഔട്ട് ആയി പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ 312 കവറിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്, പാക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് കൂടി നമുക്ക് വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ.